ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ ആത്മാവിന് ഇപ്പോൾ നിങ്ങളോട് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ ആത്മാവ് എന്താണ് ഇപ്പോൾ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവാണ്, ടൈംലെസ് വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇത് ഉയർത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ആത്മാവിന് ഇപ്പോൾ നിങ്ങളോട് എന്താണ് പറയാനുള്ളത്. എൻ്റർ ദ ടെമ്പിൾ ഓഫ് യുവർ ട്രൂത്ത് ആണ്. ഫോളോ യുവർ വിഷൻ. A difficult path is being revealed. The time for romance has come. Release your inner rebel. Have courage ആണ്. Transformation. Freedom. Universal wisdom. Resilience. Bravery and friendship. നർച്ചറാണ്. നിങ്ങളെയും മറ്റുള്ളവരെയും ഒന്ന് കെയർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഇപ്പോൾ ചില ആൾക്കാർ മറ്റുള്ളവരെ മാത്രം കൂടുതൽ കെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അവർക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് മാത്രം നോക്കി അവരെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന് മാത്രം ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരോട് നിങ്ങളോടും നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അതേ കാര്യം നിങ്ങൾക്കും ആവശ്യമുണ്ട് എന്നുള്ളതാണ്. പിന്നെ ആദ്യം തന്നെ വന്നിട്ട് എൻ്റർ ദ ടെമ്പിൾ ഓഫ് യുവർ ട്രൂത്ത് ആണ്. അപ്പോൾ ആൻഡ് ലേൺ ടു വാല്യൂ ഇറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സത്യത്തിൻ്റെ മൂല്യം എത്രയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അതിൻ്റെ മൂല്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്, നിങ്ങളതിൻ്റെ ഡെപ്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങളുടെ സോള് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങളൊന്ന് ചെവി കൊടുക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്നതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് കേൾക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഇതെന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മറ്റുള്ളവർ പറയുന്നത് മാത്രമാണ് നിങ്ങൾ കേൾക്കുന്നത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കാം. ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സത്യത്തിൻ്റെ നിങ്ങളുടെ സത്യത്തിലേക്ക് നിങ്ങൾ കടക്കണം എന്നുള്ളതാണ്. നിങ്ങൾ കൂടുതൽ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് നിങ്ങളെക്കുറിച്ച് അത്ര കുറച്ചേ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അറിയാവുമായിരിക്കും. നിങ്ങളുടെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നില്ലായിരിക്കാം. നിങ്ങളെന്താണെന്ന് സ്വയം ആദ്യം ഒന്ന് വിലയിരുത്തുക, മനസ്സിലാക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ നിങ്ങളുടെ വിഷനെ നിങ്ങൾ ശരിക്കും ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. അതിനകത്ത് നിങ്ങൾക്ക് കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രയോറിറ്റി ഏതാണ്, അത് ആദ്യം ശരിക്കും ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമുക്ക് എല്ലാ കാര്യങ്ങളും പകുതി വരെ വെച്ച് നിർത്തേണ്ടി വരും. ഒന്നും മുഴുമിപ്പിക്കാൻ പറ്റാതെയാകും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണോ അതിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ
ഫോക്കസ് ചെയ്യുക. നമുക്കിതിൽ കൂടെ നോക്കാം എന്താണെന്ന്. ട്രാൻസ്ഫർമേഷനാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനത്തിൻ്റെ കാലഘട്ടമാണ് എന്നുള്ളതാണ് നിങ്ങളുടെ സോളിന് പറയാനുള്ളത്. അപ്പോൾ കുറേയധികം ടഫായിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സമയമാണിത്. പക്ഷെ അത് മനസ്സിലാക്കണം. ഇത് ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങൾ പോകാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം ഈ ഒരു സിറ്റുവേഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം ഇവിടെ അടുത്ത് വന്നിട്ടുള്ളത് ശരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ആ ഒരു വഴിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരോട് ഹെൽപ്പ് ചോദിക്കാൻ പറയുന്നുണ്ട്. മറ്റുള്ളവർ എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ ഉപാസനാമൂർത്തികളോ അസെൻറ്റ് മാസ്റ്റേഴ്സോ നിങ്ങളുടെ ഗൈഡോ ഒക്കെയാണ്. അല്ലാതെ സാധാ മനുഷ്യരോട് മാത്രമല്ല നിങ്ങൾ ചോദിക്കേണ്ടത്. നിങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിരിക്കുന്ന ആൾക്കാരോട്, അത് അല്ലെങ്കിൽ സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കുന്ന ആൾക്കാരോട് നിങ്ങൾ ഹെൽപ്പ് ചോദിക്കണം എന്നുള്ളതാണ്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് മറ്റുള്ളവരോട് ചോദിക്കാനുള്ളൊരു ഈഗോയോ മടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരോട് ഈ ഒരു കാര്യത്തിന് നിങ്ങളിപ്പോൾ പോകുന്ന ആ വഴിയിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകും, അത് എങ്ങനെ മറികടക്കാൻ പറ്റും എന്നൊക്കെ നിങ്ങൾ ചോദിക്കുക. കാരണം ഇപ്പോൾ നിങ്ങൾ പോകുന്ന ഒരു വഴി എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള വളരെ ദുർഘടം പിടിച്ചൊരു വഴിയിലൂടെയാണ് നിങ്ങൾ പോകണം. കാരണം ഇത് ട്രാൻസ്ഫർമേഷനാണ്. അപ്പോൾ ഏറ്റവും ദുർഘടമായ വഴികളിലൂടെ നിങ്ങൾക്ക് നടക്കേണ്ടി വരാം ഇനിയും. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഗൈഡൻസ് ആവശ്യമാണ് എന്നുള്ളതാണ്. ദ ടൈം ഫോർ റൊമാൻസ് ഹാസ് കം വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങളെ സ്നേഹിക്കാൻ, റൊമാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാനല്ല പോകേണ്ടത്. നിങ്ങളെ സ്നേഹിക്കാൻ, നിങ്ങളോടൊരു പ്രണയം വേണം എന്നാണ്. ഇത് നിങ്ങളുടെ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ലൈഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പ്രണയിക്കുക. നമ്മളിപ്പോൾ പ്രണയിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് എല്ലാവർക്കും താല്പര്യം. പ്രണയിക്കുന്നവരോടുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു അട്രാക്ഷൻ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക, നിങ്ങളിലേക്ക് കൊടുക്കണം. നിങ്ങളെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രണയിക്കേണ്ടത്. അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ് പറയുന്നത്. റിലീസ് യുവർ ഇന്നർ ലിബലാണ്. അപ്പോൾ നിങ്ങളായിരിക്കാൻ ശ്രദ്ധിക്കുക എപ്പോഴും. അപ്പം നിങ്ങളുടെ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങളുടേതായിട്ടുള്ള ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാനാണ് നിങ്ങളുടെ സോൾ പറയുന്നത്. അപ്പം നിങ്ങൾ മറ്റുള്ളവർ ആരെയും നോക്കണ്ട, മറ്റുള്ളവർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പോണ്ട എന്നുള്ളതാണ്. ഒരു ഒറ്റയ്ക്കാണ് നിങ്ങളിവിടെ വന്നത്. നിങ്ങൾ ഒരു സോൾ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണോന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. അതിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സോൾ പർപ്പസ് എന്താണോ അത് കണ്ടുപിടിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ്. ഹാവ് കറേജ് വന്നിട്ടുണ്ട്. ശരിക്കും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വാരിയറെ പുറത്തെടുക്കണം എന്നുള്ളത്. ഒരു യോദ്ധാവുണ്ട് നിങ്ങളുടെ ഉള്ളിൽ. ആ ഒരു യോദ്ധാവിനെ നിങ്ങൾ കാണണം. അതിനെ പുറത്തെടുക്കാനുള്ള ധൈര്യവും നിങ്ങൾ കാണിക്കണം എന്നാണ്. പിന്നെ ട്രാൻസ്ഫർമേഷനാണ്. ശരിക്കും ഈ ഒരു സമയം അതാണ് നമുക്ക് ടവർ കാർഡും കിട്ടിയത്. ഇപ്പോൾ നിങ്ങളുടെ എല്ലാ തലങ്ങളും ട്രാൻസ്ഫോം ആകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയും നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫും ഒക്കെ ട്രാൻസ്ഫോം ആകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കണ്ണിൻ്റെ നിറമൊക്കെ വ്യത്യാസം വരുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ തലമുടിയുടെ നിറം വ്യത്യാസം വരുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ സ്കിൻ ടോണിൽ വ്യത്യാസം വരുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ ശബ്ദത്തിൽ മാറ്റം വരുന്നുണ്ടായിരിക്കാം. അങ്ങനെയാണ് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. അങ്ങനെയാണ്. കാരണം ചിലപ്പോൾ നിങ്ങൾ ചില ആൾക്കാരെ കാണുമ്പോൾ പണ്ടത്തെ ആളെ ആയിരിക്കില്ല, അത്രയധികം മാറ്റം വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ സമയം നിങ്ങൾക്കും അതുപോലൊരു പരിവർത്തനം നടക്കുന്നൊരു സമയമാണ്. അത് കുറച്ച് ടഫുമാണ്, ഈസി അല്ല. ചില ആൾക്കാർക്ക് നീണ്ട മുടിയുള്ള ആൾക്കാർ, സ്ത്രീകളാണെങ്കിൽ നീണ്ട മുടിയുള്ള ആൾക്കാർ കുറച്ച് കാലം കഴിയുമ്പോൾ മുടി ചുരുളാൻ തുടങ്ങും. അതൊക്കെ ഈ ഒരു പരിവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ അത് തനിയെ തന്നെ, അത് നമ്മൾ വേറെ ഒന്നും ചെയ്യാതെ തന്നെ മുടി ചുരുളുന്ന ഒരു പ്രതിഭാസം ഉണ്ടാവും. കണ്ണിൻ്റെ നിറം വ്യത്യാസം ഉണ്ടാവും, സ്കിൻ ടോണും വ്യത്യാസം ഉണ്ടാവും, ശബ്ദത്തിൽ വ്യത്യാസം വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു പരിവർത്തനം നിങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ
നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് ഫ്രീഡം വരുന്നത്. നമ്മളുടെ സന്തോഷവും നമ്മളുടെ സ്വാതന്ത്ര്യമൊന്നും നമ്മൾ ആർക്കും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. നമ്മളുടെ ഉള്ളിൽ നിന്നുള്ളൊരു സ്വാതന്ത്ര്യം സ്വീകരിക്കുക. പിന്നെ ശരിക്കും ഈ ഒരു പ്രപഞ്ചം എന്ന് പറയുമ്പോൾ നിറയെ വിശദമാണെന്നുള്ളതാണ്. അത് നമുക്കുള്ളത് നമ്മൾ കണ്ടെത്തിയാൽ മതി. നമുക്കുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. ശരിക്കും ആ ഒരു ഗൈഡൻസ് യൂണിവേഴ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ യൂണിവേഴ്സുമായിട്ടൊന്ന് കണക്റ്റഡ് ആകുക, പ്രകൃതിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക, എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ചലഞ്ച്, എപ്പോഴും നമ്മൾ ചലഞ്ചസ് അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ആ ചലഞ്ച് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവണം. ചലഞ്ച് ഏറ്റെടുത്താൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിൽ തന്നെ സ്റ്റക്കായിരിക്കേണ്ടി വരും. അത് മനസ്സിലാക്കുക. പിന്നെ ചില കാര്യങ്ങൾ, നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ നമ്മളെ ധൈര്യം കൊണ്ട് നേരിടണം എന്നാണ് കാണുന്നത്. നിങ്ങൾ പോകുന്ന വഴി കൃത്യമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ആ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയുടെ പിൻബലം വേണം, നിങ്ങളുടെ മെഡിറ്റേഷൻ്റെ പിൻബലം വേണം, ഇതൊക്കെ വേണം. അത് നിങ്ങൾ ആ ഒരു കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ സോളിനെ തിരിച്ചു വിടുക. കാരണം ഇപ്പം നിങ്ങളെ സോൾ ആഗ്രഹിക്കുന്നത് എപ്പോഴും നിങ്ങളുടെ ആ ഒരു ഉയർച്ചയിലാണ്. മറ്റുള്ളവർക്ക് ഉയരട്ടെ, അത് നിങ്ങൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും. പക്ഷെ നിങ്ങളിലേക്കും കൂടി ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് സൗഹൃദങ്ങളും ആവശ്യമാണ്. ചിലപ്പോൾ നിങ്ങളുടേതായ ഒരു സ്പിരിച്വൽ കൂട്ടായ്മയിൽ ഇരിക്കുന്നത് എപ്പോഴും നല്ലതാണെന്നുള്ളതാണ്. സൗഹൃദങ്ങളെന്ന് പറയുമ്പോൾ നമ്മളുടെ വേവ് ലെങ്തിലുള്ള സൗഹൃദങ്ങളായിരിക്കണം നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ആ ഒരു ഉയർന്നു വന്നിട്ട് വീണ്ടും താഴെ വീണു പോകും. അപ്പം നമ്മളുടെ ആ ഒരു എനർജി ലെവലുമായിട്ടുള്ള ആൾക്കാരുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ എനർജി ലെവലുമായിട്ട് കണക്റ്റഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് സംശയത്തിനുള്ള ഉത്തരം തരും എന്നുള്ളതാണ്. സാധാരണ മനുഷ്യർക്ക് നിങ്ങളുടെ സംശയത്തിന് ഉത്തരം തരാൻ പറ്റണം എന്നില്ല. അവർ നിങ്ങളെ ചിലപ്പോൾ വേറെ ഏതെങ്കിലും തരത്തിൽ ഒരു മിസ്ഗൈഡ് ചെയ്യാൻ ഉണ്ട ഒരു സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി മനസ്സിലാക്കുക. സ്റ്റാറാണ്, 10 of Pentacles, 3 of Pentacles. അതും സൗഹൃദങ്ങളാണ്. ഇതിനകത്ത് ഈ ഒരു ഫിസിക്കൽ വേൾഡിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് നിങ്ങളിലേക്ക് എത്തും. അതും വിട്ടുകളയണം എന്നില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ നിങ്ങൾ സ്പിരിച്വൽ ആണെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അനുഭവിക്കാതെ നിങ്ങൾ വേറൊരു ലോകത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, സന്യാസം സ്വീകരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ സുഖത്തിലും സന്തോഷത്തിലും അതെല്ലാം ചെയ്ത് വേണം നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാമെന്നാണ്. അല്ല, ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടായിരിക്കാം നോൺ വെജ് ആയാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു കുടുംബമായിട്ട് ജീവിച്ച സ്പിരിച്വൽ ആകാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് അങ്ങനെ അല്ലെന്നാണ് നിങ്ങളുടെ സോൾ പറയുന്നത്. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചിട്ട് വേണം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും താഴെ വന്ന് ആ നേരത്തെ പഠിച്ച പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ആ താഴ്ന്ന ക്ലാസ്സിൽ വീണ്ടും വന്നിരിക്കേണ്ടി വരും. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു റീബർത്ത് പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് സോൾ നിങ്ങളോട് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു കൂട്ടായ്മ ഉണ്ടാക്കുക, നിങ്ങളുടെ എനർജി ലെവലുമായിട്ടുള്ള ആൾക്കാരുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. മറ്റുള്ളവരെ ഹീൽ ചെയ്യാനും മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. ആ ഒരു പ്രോസസ്സാണ് ഇപ്പം നടക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സോളിന് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.